നമസ്കാരം. സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഇന്ന് ഇവിടെ ഞാനാണ് സ്ത്രീയിൽ അത് തുറന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക്. ഇന്ന് ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ഡിസ്ട്രിക്ട് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമായ ശ്രീമയി SL, CDS ഉദ്യോഗസ്ഥയാണ്. സ്വാഗതം ശ്രീമയി. ഞാനാണ് സ്ത്രീയിലേക്ക്. കേരള സ്റ്റേറ്റ് ട്രാൻസ്ജെൻഡർ സെൽ സ്റ്റേറ്റ് കോർഡിനേറ്ററായ ശ്യാമ S. പ്രഭ ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. സ്വാഗതം ശ്യാമ. ഞാനാണ് സ്ത്രീയിലേക്ക്. കേരള സ്റ്റേറ്റ് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമായ ശ്രീമതി സൂര്യ ഈശൻ നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. സ്വാഗതം സൂര്യ. ഞാനാണ് സ്ത്രീയിലേക്ക്. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു ടേമാണ്. ട്രാൻസ്ജെൻഡർ പൊതുവിലൊരു അംബ്രല ടേമാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന പല കാറ്റഗറീസ് നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറഞ്ഞു തരാമോ? കാറ്റഗറീസ് എന്ന് നമ്മൾ പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരുണ്ട്, ഇൻ്റർസെക്സ് ആയിട്ടുള്ളവരുണ്ട്, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അതിൽ വരും. പിന്നെ നമുക്ക് ട്രാൻസ് വുമൻസ് ഉണ്ട്, പിന്നെ എടുത്തു പറയേണ്ട ട്രാൻസ് മെൻസ് ഉണ്ട്. ഇതിൽ സർജറി ചെയ്ത് ശരീരത്തെ മനസ്സിനെ ഒരുപോലെ പാകപ്പെടുത്തുന്നവരുണ്ട്. സർജറി ചെയ്യാതെ എൻ്റെ വ്യക്തിത്വം ഇതാണെന്ന് പറഞ്ഞ് അതിൽ മുഴുനീളം ജീവിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാവരെയും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഈ വൈവിധ്യമായ മാറ്റങ്ങളെയെല്ലാം ഉൾക്കൊള്ളാനും അംഗീകരിക്കുവാനും നമുക്ക് മനസ്സുണ്ടാകണമെന്നാണ് പറയേണ്ടത്. അവിടെ ഒരു ട്രാൻസ് മെൻ എന്നോ ട്രാൻസ് വുമൺ എന്നോ ട്രാൻസ്ജെൻഡർ എന്നോ ഇൻ്റർസെക്സ് എന്നോ അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന സെക്ഷുവാലിറ്റി ഡിഫറൻസ് ഉള്ളവരെന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ടവരല്ല. കാരണം പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് കണ്ണോട്ടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറയും. ഈ കാടുകളും മരങ്ങളും ഒക്കെ ഇണചേർന്ന് വളർന്നു നിൽപ്പുണ്ട്. അവരെയൊന്നും ആരും അവിടെ ലിംഗങ്ങളോ ഈ പറയുന്ന വൈവിധ്യങ്ങളോ പറയുന്ന സെക്ഷുവാലിറ്റിയോ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ വിവേകവും വിദ്യാഭ്യാസവും ഒക്കെ ചിരിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ കഴിവുള്ള മനുഷ്യർ ഇത്തരത്തിലുള്ള വേർതിരിവുകൾ കാണിച്ച് മനുഷ്യൻ്റെ ആ ഒരു നന്മയെ തന്നെ മാറ്റി നിർത്തുകയാണ്. പക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാകണം. ഈ എല്ലാ വൈവിധ്യങ്ങളും ഉള്ളവരാണ് നമ്മളെല്ലാവരും. എല്ലാവരിലും ഇത്തരം മാറ്റങ്ങളുണ്ട് എന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കണം. ഇതിപ്പോൾ പലവരും വിചാരിക്കുന്ന ഞങ്ങൾക്കില്ലല്ലോ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത്തരം മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. ആർക്കും അത് പ്രെഡിക്റ്റബിൾ അല്ല. നമ്മുടെ കുടുംബങ്ങളിലും ഈ പറയുന്നവരുടെ എല്ലാവരുടെ കുടുംബങ്ങളിലും ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഉണ്ടാകുമ്പോൾ അതിനെ സാമൂഹികപരമായ മാറ്റമായി കണ്ടുകൊണ്ട് ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സുണ്ടാകണം. സൂര്യ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യത്തിലേക്ക് പല രീതിയിൽ നമുക്ക് ട്രാൻസ് മെൻ, ട്രാൻസ് വുമൺ എന്നുള്ള പല കാറ്റഗറൈസേഷൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ശരീരത്തിൽ ജനിക്കുകയും മറ്റൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ, ആ ഒരു എന്താ പറയുക, അതുണ്ടാക്കുന്ന ഒരു തരം സമ്മർദ്ദം വളരെ വലുതാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു തിരിച്ചറിവ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സമരമാണ്. ജീവിത സമരം ഒരു എക്സ്ട്രീം പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ പല തിരിച്ചറിവുകളിലേക്കും പോകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ട്രാൻസ് വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. കുഞ്ഞുനാളിലെ തന്നെ അനുഭവിച്ചു വരുന്ന പല അനുഭവങ്ങളും അല്ലെങ്കിൽ പല ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാതെ വരുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെത്തും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നു. ഒരു ആണായി ജനിച്ചു, പക്ഷേ ആ ആൺ ശരീരത്തിന് ചേരാത്ത മനസ്സുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. പക്ഷേ സമൂഹം അതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. സമൂഹം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. ഒരാണ് പെണ്ണായി പെരുമാറുക എന്ന് പറയുന്നത് ഒരിക്കലും സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. തിരിച്ചും അത് സൊസൈറ്റിക്ക് പറ്റാത്തതാണെന്ന് തോന്നിയപ്പോൾ സൊസൈറ്റിക്ക് ഇണങ്ങുന്ന രീതിയിൽ കുറച്ച് നാൾ അഭിനയിച്ചു എന്ന് വേണം പറയാൻ, ഒരിക്കലും ജീവിച്ചതല്ല. ആ അഭിനയം ഒരു പ്രത്യേക തലത്തിലെത്തിയപ്പോൾ നിർത്തേണ്ടി വന്നു. അതായിരുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആണിൽ നിന്നും പെണ്ണിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അതെല്ലാ ട്രാൻസ് വ്യക്തികൾക്കും ഉണ്ടാവുന്നതാണ്. സർജറി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവർ മാറും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവരാണ് സാധാരണക്കാരിൽ. വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ടാകാം. അപ്പോൾ അവർക്ക് സർജറിയിലൂടെ മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. അവർ അത് മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ എത്രയും ആണിൻ്റെതായിട്ടുള്ള ശരീരവും നമുക്ക് ചില നിയമങ്ങളുണ്ടല്ലോ, ആൺകുട്ടികൾ അങ്ങനെ വേണം, ആൺകുട്ടികൾ ഇങ്ങനെ വേണം, പെൺകുട്ടികൾ ഇങ്ങനെ പാടുള്ളൂ. ഈ ഒരു നിയമങ്ങളിലും ഈ ഒരു ചട്ടക്കൂടിൻ്റെ ഇടയിൽ കിടന്നിട്ട് വളരെയധികം വിഷമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? ഇപ്പം ശ്രീമയി സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളോട് പലപ്പോഴും സമരം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ചില നിയമാവലികളുണ്ട്. ഒരു സ്ത്രീയായി ജനിച്ചാൽ ഈ സമൂഹത്തിൽ നീ ഇന്ന ചില നിയമങ്ങൾക്ക് വിധേയമായി മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ.
ഒരു പുരുഷനായി ജനിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ സമൂഹം രൂപപ്പെടുത്തിയിട്ടുള്ള ചില നിയമവ്യവസ്ഥിതികളും ചട്ടക്കൂടുകളും ഉണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ജീവിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ശാരീരിക അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിവർത്തനമാണ്. അത് എല്ലാ ഡോക്ടേഴ്സും ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത് എ റൈറ്റ് മൈൻഡ് ഇൻ എ റോങ് ബോഡി എന്നാണ്. അതായത് ശരിയായ മനസ്സ് തെറ്റായ ശരീരത്തിൽ വന്ന് പിറക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ഒക്കെ ജനനം നടക്കുന്നത് മനസ്സിലാണ്. ഒരു ആൺകുട്ടിയായി ജനിക്കുകയും പെണ്ണിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായി ജനിക്കുകയും ആണിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു വസ്തുതയാണ്. അത് എന്തുകൊണ്ടോ നമ്മുടെ പൊതുസമൂഹം അതിനെ പാകപ്പെടാത്തത് കൊണ്ടാണ്. കാരണം ഒരാളുടെ വ്യക്തിത്വം അതാണെന്നും അയാളുടെ ജെൻഡറിനെ കുറിച്ചോ അയാളുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ചോ സെക്സിനെ കുറിച്ചോ ഒന്നും നമ്മുടെ ഇടവേളകൾ ഇടനേരങ്ങൾ ആരും സംസാരിക്കാറില്ല. അപ്പോൾ ഇത് വേറെന്തൊക്കെയോ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പോലും സ്വകാര്യത മൗലിക അവകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യം, ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യം, അത്തരത്തിലേക്ക് ഒരു വ്യക്തിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മൗലികമായ അവകാശങ്ങൾ പോലും പലപ്പോഴും ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ കാര്യത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ട്. ഒരു അവസ്ഥ നിലവിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഞങ്ങൾ ഒരുപാട് ദൃശ്യരാണ്. ഇന്ന് പണ്ടത്തെ ഒരു അവസ്ഥയല്ല. ഞങ്ങൾ ഒരുപാട് രീതിയിൽ സമൂഹത്തിൽ ദൃശ്യരായിട്ടുണ്ട്. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പല അവസരങ്ങളിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുസമൂഹം ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു വിഭാഗം ജനങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ആ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും അംഗീകരിക്കാൻ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും തയ്യാറായിട്ടില്ല. ഏത് പ്രായത്തിലാണ് ഇത്തരത്തിൽ റൈറ്റ് മൈൻഡ് ആൻഡ് റോങ് ബോഡി എന്നുള്ളൊരു തിരിച്ചറിവ്? എനിക്കറിയില്ല ആ പ്രയോഗം എത്രത്തോളം ശരിയാണെന്നുള്ളത്. എൻ്റെ അറിവിൻ്റെ പരിമിതിയോടെ മത്സരം നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഏത് പ്രായത്തിലാണ് നമുക്ക് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്? ഇതിനൊരു പ്രായപരിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ മനസ്സിനോടൊപ്പം ശരീരത്തെയും കൊണ്ടുവരിക, അല്ലെങ്കിൽ മനസ്സിൽ ഞാനൊരു സ്ത്രീയാണെന്ന്, അല്ലെങ്കിൽ ഞാനൊരു പുരുഷനാണെന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്തോ മാറ്റമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പല കാലഘട്ടങ്ങളിലായിരിക്കാം, പല ഏജ് ഡിഫറൻസിലായിരിക്കാം. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയതിനു ശേഷമായിരിക്കാം, ചിലപ്പോൾ നല്ല വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴായിരിക്കാം. കാരണം ഇന്ന് സമൂഹം, നേരത്തെ പറഞ്ഞത് വീണ്ടും പറയേണ്ടി വരുന്നു, സമൂഹം കൽപ്പിച്ചിരിക്കുന്ന കുറേ മൊറാലിറ്റികളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന മനുഷ്യൻ അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ച് ഒതുങ്ങാനും, അപ്പോൾ ഇത്തരം ഈ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഫ്രീ ആകുമ്പോൾ എക്സ്പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഒട്ടും പറ്റില്ല, എന്നെക്കൊണ്ടത് ഒട്ടും മറച്ചു വയ്ക്കാനോ മാറ്റി വയ്ക്കാനോ പറ്റില്ല എന്നുള്ളവർ കുട്ടിക്കാലത്തെ അത് കാണിക്കാൻ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഞാനത് തുറന്നു പറയും. എന്നെ തിരിച്ചറിഞ്ഞത് പൊതുസമൂഹമാണ്. പൊതുസമൂഹം ചൂണ്ടിക്കാണിച്ചു, നീ എന്താ പെണ്ണിനെ പോലെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയുടെയും പേര് ഉഷ വിജയൻ എന്ന്. അച്ഛനോട് ചോദിക്കും, കാരണം നിൻ്റെ മോൻ എന്താ ഇങ്ങനെ, ഇളയ മോൻ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഉഷ നിൻ്റെ മകൻ എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് ആദ്യം കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കണ്ണാടിയിൽ വിവസ്ത്രനായിട്ട് നിന്നാലും എനിക്ക് പുരുഷൻ്റെ ശരീരത്തെ കാണാം, പക്ഷെ അതിൻ്റെ ഉള്ളിലെ സ്ത്രീയെ ഞാൻ ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യത്തിൻ്റെ ആൻസർ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ ഇപ്പോഴും പലരും നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും, നീ പെണ്ണ് തന്നെയാണോ, അല്ലെ നീ മുറിച്ചതല്ലേ. പലയിടത്തും ഇത്തരം ഡിസ്ക്രിമിനേഷനുകളും ഇത്തരം ചോദ്യങ്ങളും വരുമ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കും, ഞാൻ ഇന്നും ഒരു സ്ത്രീയാണോ, ഇന്നും എന്തുകൊണ്ട് നമ്മളെ അത്തരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിനോടൊപ്പം ശരീരത്തെ കൊണ്ടുവരികയും ആ ശരീരത്തിൽ നമ്മൾ കംഫർട്ടായിരിക്കുകയും ചെയ്യുമ്പോഴും പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു ഭയം കൊണ്ട് പലരും ഇതിൽ നിന്ന് ഉള്ളിലൊതുക്കി അത്തരം പ്രഷറോടുകൂടി ജീവിക്കുന്നവരുണ്ട്. ശ്യാമൻ, ഇതിൻ്റെ ചോദ്യത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പകാലത്താണ് ഇത് കണ്ടുപിടിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക? കാരണം പല കാര്യങ്ങളും, ബേസിക് കാര്യങ്ങളും അവർക്ക് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായവും കാലഘട്ടമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ ബാല്യകാലങ്ങളിലൊക്കെ ഈ തിരിച്ചറിവുണ്ടായാൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അത് പ്രകടിപ്പിക്കാറുള്ളത്? ഈ മാറ്റം എന്ന് പറയുന്നത് പക്ഷേ അതൊരു പ്രകൃതി നിയമം കൂടെയാണ്. നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന പ്രകടമായ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും, നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ അത്തരം മാറ്റങ്ങളൊക്കെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിപരീത ദിശയിലായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത് ചിലരിൽ ആ കാലഘട്ടത്തിൽ പ്രകടമാകുന്നു, സൂചിപ്പിച്ചതുപോലെ ചിലരിൽ അതിന് ശേഷമായിരിക്കും പ്രകടമാവുന്നത്. ചിലരത് പ്രകടമായാൽ പോലും അതിനെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഉള്ളിൽ വലിയൊരു ആത്മസംഘർഷമാണുള്ളത്. എന്നെപ്പോലുള്ള ആരെയും എനിക്ക് ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രായത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അത് വലിയൊരു പോരായ്മയാണ്.
എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ വെച്ചായിരിക്കും എൻ്റെന്ന് ഉദ്ദേശിച്ചത് ഒരു വ്യക്തി അറിയപ്പെടുന്നത്, മീൻസ് അയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സഹപാഠികളും അത്തരത്തിലുള്ള മനോനിലയുള്ളവരല്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്താഗതിയുള്ളവരല്ല, അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അപ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു വഴിയിൽ കൂടെ ആകുമ്പോൾ എന്നിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ആ മാറ്റത്തെ ഇവരെങ്ങനെ അംഗീകരിക്കും എന്നുള്ള ഉൾഭയം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സഹപാഠികളോട് പറയാൻ സാധിക്കുന്നില്ല, എൻ്റെ അധ്യാപകരോട് പറയാൻ സാധിക്കുന്നില്ല, എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തെ ഏറ്റവും കാർക്കശ്യത്തോടു കൂടി മാത്രം കാണുന്ന കുടുംബമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആയിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം പേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാനുള്ള സാധ്യതയുണ്ട്, ഇതൊരു ഭ്രാന്തമായ അവസ്ഥയാണെന്ന് കരുതി. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഉദാഹരണങ്ങൾ, ജീവിതങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി തീർച്ചയായിട്ടും അത്തരത്തിലേക്കുള്ള ഒരുപാട് ഉപദ്രവങ്ങൾക്ക് വിധേയരാകി ജീവിക്കേണ്ടി വരുന്ന വിഭാഗം ജനങ്ങളാണ് ഞങ്ങൾ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും കൂടുതൽ നമുക്ക് അറിയേണ്ടതുണ്ട്. വീഡിയോ വാളിലേക്ക്. ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോൾ അത് ഒരു ട്രാൻസ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സ്ത്രീകളെന്ന് അറിയപ്പെടാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിരവധി കഷ്ടപ്പാടുകളോടെയാണ് ഞങ്ങൾ ഇന്ന് ഈ മുഖ്യധാര സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങളെ ഇന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി കാണിക്കുന്ന ഈ സമൂഹം ഒന്ന് മനസ്സിലാക്കണം. സമൂഹത്തിൽ സ്ത്രീയും പുരുഷനുമുള്ള തുല്യ അവകാശങ്ങളും ഞങ്ങൾക്കും ഉള്ളതാണ്. വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയത്നിച്ചിട്ടുമാണ് നമ്മൾ ഇത്തരത്തിലൊരു മേഖലയിൽ എത്തിപ്പെടാൻ ഞങ്ങൾ ശ്രമിച്ചത്. ആ ഒരു മേഖലയിൽ തന്നെ തുടർന്ന് നിന്നുകൊണ്ട് വിദ്യാഭ്യാസം, ഞങ്ങൾക്ക് തൊഴിൽ, ഞങ്ങൾ താമസിക്കാനുള്ള പാർപ്പിട സൗകര്യം ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയും നമ്മൾ മുഖ്യധാര സമൂഹത്തെ സ്ത്രീകൾക്കൊപ്പം തന്നെ തുല്യതയോടെ മുന്നോട്ട് നിൽക്കാനും ഉള്ളൊരു അവകാശം ഞങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ നേടിയെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രചോദനം എന്ന നിലയ്ക്ക് അതിന് ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടും ഒക്കെ തരേണ്ടത് ഈ സമൂഹമാണ്. മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ചേഞ്ചിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം അവർ കുറച്ചും കൂടെ ഈ വിഷയത്തിനെ കൃത്യമായി അറിയേണ്ടവരാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ശതമാനം ആളുകൾക്കും അതിനെപ്പറ്റിയുള്ള അറിവുണ്ട്. ഉണ്ടെങ്കിൽ പോലും പലരും ഇപ്പോഴും അതൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ഭാവിക്കുന്നില്ല. അവർ ഈ പാരൻസിന് കൂട്ടി നിൽക്കുകയാണ്, ഇത് ചികിത്സിച്ച്. അങ്ങനെയുള്ള ഒരുപാട് എനിക്ക് അതൊരു പ്രൊഫഷണലി ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അത്തരക്കാരെ എനിക്ക് വ്യാജനെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരുടേതായിട്ടുള്ള ലാഭേച്ഛയ്ക്ക് വേണ്ടി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ഡോക്ടർമാരും വൈദ്യന്മാരും പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല ശരിയെന്ന് പറയുന്നത്. നമ്മുടെ ഒരു യാഥാർത്ഥ്യത്തിന് മനസ്സിലാക്കണം. ഇത് ലോകാരോഗ്യ സംഘടന പോലും വർഷങ്ങൾക്ക് മുമ്പ് ട്രാൻസ് എന്ന് പറയുന്ന ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. സെക്സും ജെൻഡറും എന്താണെന്നുള്ള ബേസിക് ഡിഫറൻസ് ഒരു പക്ഷേ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് വലിയൊരു പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ജെൻഡറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അയാൾക്ക് തന്നെ സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശം പോലും സുപ്രീം കോടതി കൊടുക്കുന്നുണ്ട്. ഒരാളുടെ ജാതി ചോദിക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയും. ഒരാളുടെ ജെൻഡർ ചോദിക്കാനും പാടില്ല, അതും തെറ്റാണെന്ന് നമ്മുടെ കോടതി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വിപരീതമായിട്ടാണ് പലരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന ഡോക്ടർമാർ മാത്രമാണെന്നല്ല, എല്ലാവരും ഡോക്ടേഴ്സും അങ്ങനെയാണെന്നല്ല, എന്നാൽ വ്യക്തമായ നിലപാടുകളോടുകൂടി സംസാരിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഇന്ത്യൻ സൈക്യാട്രിക്കൽ സൊസൈറ്റി അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നുണ്ട്, ഗസറ്റിൽ പറയുന്നുണ്ട്, ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഇൻബോൺ ആയിട്ടൊരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഡൈവേഴ്സിറ്റിയാണ്, ഒരു വൈവിധ്യമാണ്. അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് ഇന്ത്യൻ സൈക്യാട്രിക്കൽ സൊസൈറ്റി പറയുന്നുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നുണ്ട് ഈ വിഷയം എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല, മറിച്ച് ഇതൊരു കുട്ടിയിൽ ഉണ്ടാകുന്ന ജന്മനാൽ ഉണ്ടാകുന്ന വൈവിധ്യമാണ്. ഒരു കുട്ടി അന്ധനായ ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ എങ്ങനെ അതിനെ അംഗീകരിക്കും? ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഭേദമാക്കാൻ സാധിക്കുള്ളൂ. അംഗവൈകല്യം സംഭവിക്കുന്ന ഒരു കുട്ടി നമ്മൾ എങ്ങനെ അതിനെ സമൂഹത്തിൽ അംഗീകരിക്കും? എല്ലാം പോട്ടെ, ഇടത് കൈകൊണ്ട് മാത്രം എഴുതുന്നൊരു കുട്ടിയുണ്ടെന്ന് വയ്ക്കുക. ഇനി എത്ര അടി കൊടുത്താലും നമ്മൾ എത്ര ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും വലത് കൈ പിടിച്ച് ഞങ്ങൾ എഴുതാൻ ശ്രമിച്ചാലും ആ കുട്ടിയിൽ ഇൻബോണായി കിട്ടിയിരിക്കുന്ന ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഡൈവേഴ്സിറ്റിയാണ് ഇടത് കൈ കൊണ്ട് എഴുതുക എന്നുള്ളത്. അത്തരത്തിലുള്ള ജനിതകപരമായ വൈവിധ്യമാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥ. അത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവസ്ഥയായിക്കോട്ടെ, സെക്ഷുവാലിറ്റി ബേസ് ചെയ്തിട്ട് LGBT സമൂഹത്തിൻ്റെ അവസ്ഥയായിക്കോട്ടെ, ലെസ്ബിയനോ ഗേയോ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ പ്രാക്ടീസസ് നടത്തുന്ന ആൾക്കാരുടെതൊക്കെ ഇൻബോണായി ആ കുട്ടി ഒരു ഫീറ്റസായി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്നതാണ്. ഞാനൊരു ഹോമോസെക്ഷൽ പ്രാക്ടീസ് നടത്തുന്ന ആളാണെങ്കിൽ
എന്നെ നിങ്ങൾ ചികിത്സിച്ച് ഹെട്രോസെക്ഷലായിട്ട് മാറ്റാൻ റെഡി ആണെങ്കിൽ, അതിനുള്ള ചികിത്സ അവൈലബിൾ ആണെങ്കിൽ, ഹെട്രോസെക്ഷൽ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും ചികിത്സിച്ച് ഹോമോസെക്ഷലാക്കി മാറ്റാൻ സാധിക്കണം. അല്ലെങ്കിൽ ആ മെഡിക്കൽ സയൻസ് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളും ആവശ്യപ്പെടുന്നതാണ്, നിങ്ങൾ ചികിത്സിച്ചോളൂ, ഞങ്ങൾ തയ്യാറാണ് ചികിത്സയ്ക്ക്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ്, LGBT സമൂഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഏത് വ്യക്തിയും തയ്യാറായിക്കോളും. നിങ്ങളൊന്ന് ചികിത്സിച്ച് നിങ്ങളൊന്ന് ഹെട്രോസെക്ഷലാക്കി തന്നാൽ തിരിച്ച് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളെ നിങ്ങൾ എന്താക്കണം, ഹോമോസെക്ഷൽ ആക്കണം. അപ്പോൾ ആ പ്രോസസ്സ് നടക്കാത്തിടത്തോളം കാലം ഈ പറയുന്നതിനകത്തൊരു ഇതുമില്ല. നമ്മുടെ തന്നെ സമൂഹത്തിൽ ഉയർന്ന സ്റ്റാറ്റസ് ഉള്ളൊരു വ്യക്തി, അയാൾ സെക്രട്ടറി റാങ്കിൽ തന്നെ ഉള്ളൊരു ഉദ്യോഗസ്ഥയാണ്. അവരുടെ ഹസ്ബൻഡ് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖമായ ഒരു സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. അവരുടെ കുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, പ്രവർത്തന പരിചയമുള്ളവരാണ്. അവരാദ്യം ചെയ്തത് ആ കുട്ടിയെ ഒരു മാനസിക നില തെറ്റിയ ആളാണെന്നുള്ള രീതിയിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ കൊടിയ രീതിയിലുള്ള പീഡനത്തിന് ആ കുട്ടി ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ആ കുട്ടി ഇട്ടിരുന്ന വസ്ത്രത്തെ വലിച്ചു കീറി മാറിടത്തിലാണ് ആദ്യം അടിച്ചത്. അവിടെ നിന്ന് ആൾ ആ നെഞ്ചിലേക്ക് അടിച്ച് ആ വസ്ത്രം പൂർണ്ണമായിട്ടും ആ വസ്ത്രം വലിച്ചു കീറി അവിടെ ഇഞ്ചക്ഷൻ എടുത്ത് ചികിത്സിച്ചിട്ട് അവർ പറഞ്ഞ കാര്യം, ഒരാണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആണായിട്ട് സമൂഹത്തിൽ ജീവിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്ന് പുറത്തേക്ക് വിടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെ ഭയന്നുകൊണ്ട് ആ കുട്ടി പറഞ്ഞത് ഞാൻ ആണായിട്ട് ജീവിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞത്. ആ കുട്ടി അവിടെ നിന്ന് ചാടി നേരെ വരുന്നത് ഞങ്ങളുടെ അടുത്തേക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദിവസം കയറി ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ആ കുട്ടി വന്ന് അതിനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കരഞ്ഞു പോകും. ആ രീതിയിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉപദ്രവം ഒരുപക്ഷെ സ്വന്തം അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്ന അവസരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ ഇതിപ്പോൾ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ഇത്തരം കൊടിയ പീഡനങ്ങളാണ്. ചിലവർ മതപരമായി ചിന്തിക്കുന്ന കുറച്ച് വിശ്വാസികളായ നമ്മുടെ അച്ഛനമ്മമാരുണ്ട്, അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ചിന്തിക്കുന്നവർ കൂടോത്രം, അവരെ ഏലസ് കെട്ടുക, ഇവരെ കൊണ്ടുപോയി മന്ത്രവാദിയെ കൊണ്ട് തല്ലിക്കുക. അതിലുപരി പറയുകയാണെങ്കിൽ പലരുടെയും വീട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളത് കുടുംബത്തെ ഇതിനെ കൊന്നുകളഞ്ഞാലോ എന്ന്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് ആരും അറിയണ്ട, അതിന് ഇഞ്ചക്ഷൻ വെച്ച് നമുക്കങ്ങ് തീർത്തേക്കാന്ന്. ആ കുട്ടി രാഖിരാമായണം ഞങ്ങളെ വിളിച്ച് പറയുകയാണ്, വീട്ടിൽ നിന്ന് ചാടി പോകാൻ പറ്റാത്തൊരവസ്ഥ. അത് സ്ത്രീയിൽ നിന്ന് പുരുഷനാകുന്നവരുടെ അവസ്ഥ കുറച്ചും കൂടി ഭയങ്കര ദയനീയമാണ്. അവർക്കൊന്നും പെട്ടെന്നൊന്നും ഇറങ്ങി ഓടാനോ അല്ല ഒരിടത്ത് വരാനോ സാമ്പത്തികമോ ഒന്നുമില്ല. വീട്ടിൻ്റെ മുറിക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന കുറച്ച് ഇരുട്ടറകളിൽ അകപ്പെട്ടു പോകുന്ന കുറച്ച് വേരുകളുണ്ട്. ഇതിന് ഏറ്റവും വലിയ പ്രധാനമായ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ ഞങ്ങളെ ചേർക്കാത്തതുകൊണ്ടാണ്. അച്ഛനും അമ്മയും ചേർത്ത് നിർത്തിയിട്ട് എന്ത് പറ്റിയെന്നൊരു വാക്ക് ചോദിച്ച് അതിനുള്ള ഇപ്പോൾ ഒരു കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അമ്മ കൃത്യസമയത്ത് ആഹാരം എടുത്തു കൊടുക്കും. വിശപ്പ് ആ കുട്ടി അറിയിച്ചാൽ അതിന് വേണ്ട ആഹാരങ്ങൾ മേടിച്ചു കൊടുക്കാനോ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാനോ അവർക്ക് വേണ്ട വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങളോ വീട്ടുകാർ ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തെ അംഗീകരിക്കപ്പെടേണ്ടത്. അതും ഇവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇന്ന് തെരുവിൽ നിൽക്കില്ല, ഇത്തരത്തിലേക്കുള്ള ചൂഷണങ്ങളിലേക്കൊന്നും പോകപ്പെടില്ല, ആത്മഹത്യയിലേക്ക് വരത്തില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയ അത്യാവശ്യകതയാണ്. ചിലപ്പോൾ ഇതേപോലെ റോഡിലായപ്പെട്ട ആളെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല. ഈ പറയുന്ന ഞാൻ തന്നെ എൻ്റെ ഉള്ളിലെ സ്ത്രീയെ അംഗീകരിക്കപ്പെടാതെ വന്നപ്പോൾ ഞാൻ നാട് വിട്ടുപോയി. ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു. നാട് വിട്ടുപോയി മാസങ്ങളോളം റോഡിൽ കിടന്നു. റോഡിൽ കിടക്കുമ്പോൾ ആഹാരം എവിടുന്ന? ഞാൻ എച്ചിൽ കുപ്പയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. കാരണം അവിടേക്ക് എനിക്ക് എൻ്റെ വീട്ടുകാരെന്നെ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ, എൻ്റെ അമ്മയോ അച്ഛനോ എന്ത് പറ്റി എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, വീട്ടിലെ ആഹാരം കഴിക്കാനില്ലാത്തത് കൊണ്ടല്ല, എൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഇനി വരുന്നൊരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന വൈവിധ്യങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയൊരു പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഭീകരമായ ഒന്നാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുക എന്നുള്ളത്. നമ്മളൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ പലതും നടക്കുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം എന്നുള്ളത് ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ട് കൂടിയാണ്. പലപ്പോഴും നമ്മളിപ്പോൾ പല സ്റ്റഡിയും കാണിക്കുന്നത് കുട്ടികൾ പലപ്പോഴും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസം പകുതി വഴിക്ക് നിർത്തേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിനുള്ള കാരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്ലാസ് മുറികളിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ തന്നെയാണ്. നമുക്കെപ്പോഴും വളരെ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ക്ലാസ്സിലിരിക്കുമ്പോഴാണ്. ഇതൊന്നും കിട്ടാത്തൊരു കുട്ടി എന്ത് ചെയ്യും? സ്വാഭാവികമായും ആ ക്ലാസ്സിൽ നിന്ന് പോകും. അത് തന്നെയാണ് പല ട്രാൻസ്ജെൻഡർ കുട്ടികൾക്കും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രൈണ സ്വഭാവമുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് കൂട്ടുകൂടാൻ പെൺകുട്ടികൾ ചെല്ലില്ല.
ആൺകുട്ടികൾ ചെല്ലുക. ചിലപ്പോൾ ആ കുട്ടിയുടെ സ്ഥാനം ക്ലാസ്സിൽ തന്നെ ഏറ്റവും പുറകുവശത്തെ ഒരു ബെഞ്ചിൻ്റെ ഒരു അറ്റത്തായിരിക്കും. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അനുഭവിച്ചിട്ടുള്ളതാണത്. അപ്പോൾ ക്ലാസ്സിൽ പോലും ശ്രദ്ധിക്കാനുള്ള ഒരു പ്രത്യേക അവസ്ഥ, ഒരു മാനസികാവസ്ഥ ആ കുട്ടികൾക്ക് ഉണ്ടാവത്തില്ല. എനിക്ക് ഈവൻ അധ്യാപകരിൽ നിന്ന് പോലും വളരെയധികം ഒറ്റപ്പെടുത്തലുകളും ചൂഷണങ്ങളും ദ്രോഹങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്താണ് ഞാൻ പോയത്. ഈ പറയുന്ന പല സെൻസിറ്റീവ് ആയിട്ടുള്ള പല കുട്ടികൾക്കും അതിന് കഴിയില്ല. അവർ സ്വാഭാവികമായും ഈ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ക്ലാസ്സിൽ പഠനങ്ങൾ പോലും നടത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനും. ഇപ്പം ബയോളജി ക്ലാസ്സിൽ ഈ നമ്മുടെ ഒരു ജെൻഡറിനെ പറ്റിയൊക്കെയുള്ള ചെറിയ സബ്ജക്ട്സുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും ഈ ആൺ പെൺ വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനിയൊരു വിഭാഗം കൂടെ ഉണ്ട്, അവരെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഹിജഡകളെയാണ് അവരെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. ഹിജഡ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം നമ്മളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് ക്ലാസ് എടുത്തിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്നൊന്നും നമുക്കറിയില്ല എന്താണ് ഹിജഡ എന്നുള്ള വാക്ക് എന്താണ്, ആ വിഭാഗം എന്താണ്. ഈവൻ ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്ക് പോലും ഞങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇന്നാണ് അത് മനസ്സിലാക്കുന്നത്. നമ്മളെ അന്ന് ചൂണ്ടിക്കാണിച്ച് ക്ലാസ് എടുത്തത് അത് എത്രത്തോളം വലിയൊരു ദ്രോഹമാണ് നമ്മുടെ അടുത്ത് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം വലിയൊരു ഒരു ഒഴിവാക്കലാണ് നമ്മുടെ അടുത്ത് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പം മനസ്സിലാക്കുന്നു. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു കുട്ടിക്കും അതിജീവിച്ച് വരാൻ സാധിക്കില്ല. ഇത്തരം ശ്രൈന സ്വഭാവങ്ങളെ കാണുന്നവരെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന അധ്യാപകരുണ്ട്, തീർച്ചയായും ഒരുപാടുണ്ട്. സ്കൂൾ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുക എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്. നമ്മൾ അധ്യാപകരെ കാണുന്നത് ഗുരുക്കന്മാരായും ഗുരുതുല്യരായും ഒക്കെ കാണുന്ന അധ്യാപകരെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. അവർ ശാരീരികമായി നമ്മളെ സെക്ഷുവലി ഹറാസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഉയർന്ന ക്ലാസ്സിലുള്ളവർ സെക്ഷുവൽ, ഞാൻ പഠിച്ചത് ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന പുരുഷ മേധാവിത്വം മാത്രമുള്ള ഒരു സ്കൂളിലാണ്. അധ്യാപകരെല്ലാം ആണായിട്ടുള്ളവരാണ്, പുരുഷന്മാരായിട്ടുള്ളവരാണ്. അവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന തൂപ്പുകാരി മേരിച്ചേച്ചി മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളൊരു സ്ത്രീ ഞാനെന്നാണ്. ഈ 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു സ്ത്രീ ഉള്ളത് ഞാൻ മാത്രമാണെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ എന്നിലെ ഇത് ക്ലാസ് മുറിയിൽ മാത്രം ഒതുക്കി നിൽക്കുന്നില്ല, ആ സ്കൂൾ മൊത്തവും അറിയാം. എവിടെ പോയാലും എനിക്ക് ആ സ്കൂളിൻ്റെ ഏതൊരു മൂലയ്ക്ക് ചെന്നും എനിക്ക് സ്വസ്ഥമായി ഒന്നും നിൽക്കാൻ കഴിയില്ല. എൻ്റെ അന്നത്തെ കൂട്ടുകാർ അവിടെ നിൽക്കുന്ന മരങ്ങളായിരുന്നു. കാരണം അവർ തിരിച്ച് പ്രതികരിക്കില്ല. പ്രതികരണശേഷിയുള്ള ഈ മനുഷ്യനെന്ന് പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ആക്രമിക്കുമായിരുന്നു. എനിക്ക് സ്വസ്ഥമായി ടോയ്ലറ്റിൽ പോകാൻ കഴിയില്ല. അവിടെ ചെല്ലുമ്പോൾ ചൂഷണങ്ങൾക്കും കളിയാക്കലുകളും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ മാറ്റി നിർത്തി. അപ്പോൾ രാവിലെ 9 മണിക്ക് സ്കൂളിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 3:30 വരെ മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഒരു കുട്ടി. ആ കുട്ടി എങ്ങനെ പഠിക്കും? ക്ലാസ് മുറിയിൽ എങ്ങനെ ഇരിക്കും? ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോഴും അധ്യാപകർ ഈ പറഞ്ഞതുപോലെ തന്നെ എണീറ്റ് നിർത്തിയിട്ട് എന്തൊരു പ്രശ്നം വന്നാലും ഞങ്ങളെ ആയിരിക്കും ആദ്യം എണീറ്റ് നിർത്തി ചോദ്യം ചോദിക്കുന്നെങ്കിൽ ആദ്യം അവിടെ പറയുന്നത് ഇതൊരു ട്രാൻസ് ആണെന്നല്ല, ആണും പെണ്ണും കെട്ടത്. ഈ കെട്ടത് എന്താണെന്ന് ഇന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കെടാത്തവരാണോ ഈ ആണും സ്ത്രീയും പുരുഷനെന്ന് പറയുന്ന എന്തോ കെടാത്ത വസ്തു? ഞങ്ങൾ കെട്ട് ചീത്തയായ വസ്തുക്കളാണ്. എന്താണ് ഈ ചീത്തയാകപ്പെടുന്നത്? ഞങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്. ഞാൻ എൻ്റെ സ്കൂളിനെ കണ്ടിരുന്നത് ശവപ്പറമ്പ് പോലെയാണ്, ഭീതിജനകമാണ്. ഇന്ന് എങ്ങനെ അവിടെ കയറി ചെല്ലും? ഇന്ന് ആരുടെ വായിരിക്കുന്ന കേൾക്കും? ഇത് ഞങ്ങളെ പോലുള്ള എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കുളത്തിൻ്റെ കരയിലും ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെ ഇരുന്നിട്ട് വീടുകളിൽ തിരിച്ചു പോകും. പലരും വീട്ടിൽ പറഞ്ഞ് അതിനും ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, അപ്പോൾ നമുക്കത് തുറന്നു പറയാൻ സ്കൂളിൽ ഒരു സ്പേസ് ഇല്ല, വീട്ടിലൊരു സ്പേസ് ഇല്ല. പിന്നെ ആരോടാണ് ഇവർ പറയുക? ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ആ സ്കൂൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിന് പറ്റുന്ന സാഹചര്യമല്ല. നേരെ മറിച്ച് അത് അനുഭവിച്ച് കലാലയത്തിലേക്ക് എത്തുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ ഇവിടെ നേരിട്ടത് കൊണ്ട് കുറച്ചൊന്ന് ബോൾഡായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഇപ്പോൾ ശ്രീമയും ഞാനും ഒക്കെ അത്തരത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. ഞങ്ങളൊക്കെ ഈ പറയുന്ന പ്രബലമായ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രബലമായ കോളേജുകളിൽ പഠിച്ച ആൾക്കാരാണ്. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വസ്ത്രം അഴിച്ച് പരിശോധിക്കാൻ പോലും പലരും ശ്രമിച്ചിട്ടുണ്ട്. നടക്കുമ്പോഴത്തേക്കും ഒരല്പം സ്ത്രൈണത ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്കവിടെ എന്താ ഇരിക്കുന്നത്, നിനക്ക് പുരുഷൻ്റെ ആണോ സ്ത്രീയുടെ ആണോ എന്ന് ചോദിച്ച് ഞങ്ങളുടെ വസ്ത്രം അഴിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നടന്നു പോകുന്ന സമയത്ത് ഇടതുവശത്തോ വലതുവശത്തോ കുറച്ച് പയ്യന്മാരിരിക്കുകയാണെങ്കിൽ പേടിയാണ്. നടന്നു പോകുമ്പോൾ ഇവരെങ്ങാനും അടുത്തേക്ക് വിളിക്കുമോ എന്നുള്ള ഉൾഭയത്തോടു കൂടിയാണ് കലാലയത്തിൻ്റെ വാതിലിൽ പോലും കയറി ചെല്ലുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ള? ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എല്ലാവരും അടിസ്ഥാന വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് കാര്യനിർവഹണ ശേഷി ഇല്ലാത്തത് കൊണ്ടുമല്ല, മറിച്ച് വിവേചനപരമായ ഇടപെടൽ അധ്യാപകരുടെയും സഹപാഠികളുടെയും ഭാഗത്തു നിന്നുണ്ടാവുകയും ശാരീരിക പീഡനം, മാനസിക പീഡനം, ലൈംഗിക അതിക്രമം ഇതൊക്കെ ഞങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പറഞ്ഞ പോലെ സ്കൂള് പലപ്പോഴും അറവുശാലയായിരുന്നു. എങ്ങനെ അവിടെ കയറി ചെല്ലും എന്നുള്ളത്, അല്ലെങ്കിൽ കോളേജ് എങ്ങനെ കയറി ചെല്ലും എന്നുള്ളത് പലപ്പോഴും പലർക്കും ഒരുപാട് ആശങ്ക ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല, അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നും
നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ കലാലയങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇത്തരം വിഭാഗങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ഈ വിഷയത്തിൽ പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ആ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് സീറ്റുകളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് 2 സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ പോരാട്ടം തന്നെയായിരുന്നു. വിദ്യാഭ്യാസ നിഷേധം കൊണ്ട് അത് മാത്രമല്ല സംഭവിച്ചത്. പൊതുസമൂഹത്തിൽ ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരത്തെ ഞങ്ങൾ നിഷേധിക്കുകയാണ്. ഞങ്ങളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള മാന്യമായ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മറ്റ് കഴിവുകൾ, ഞങ്ങളുടെ കലാപരമായ കഴിവുകളെ നിഷേധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കായികപരമായ കഴിവുകളെ നിഷേധിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ തലയുയർത്തി വ്യക്തിത്വത്തോട് ജീവിക്കാനുള്ള അവകാശത്തെ പോലെ അപ്പോൾ ഒരു വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങളെയാണ് നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ജനത്തിന് എത്തരത്തിലായിരിക്കും പൊതുസമൂഹത്തോട് സ്വീകാര്യത കിട്ടുന്നത്? അപ്പോൾ അതൊക്കെ നമ്മുടെ പൊതുസമൂഹം ഇനിയെങ്കിലും ചർച്ച ചെയ്യണം. ഞാൻ പറയുന്നത് അതെ, അത് ചർച്ച ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ കേരളം ഒരുപാട് നവോത്ഥാന പോരാട്ടം കണ്ട കേരളമാണ്. പുരോഗമനപരമായ ആശയങ്ങളൊക്കെ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും ആ ഉൾക്കൊണ്ട ആശയങ്ങളൊന്നും പലർക്കും പലപ്പോഴും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ പാകപ്പെടൽ ഇവർക്കെല്ലാവർക്കും ഉണ്ടാവണം. ആ ആശയങ്ങളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് മാനുഷിക പരിഗണന എന്നുള്ളൊരു വസ്തുതയിലേക്കെങ്കിലും ഇവർ എത്തിച്ചേരണം. അപ്പോൾ ഇനി ഞങ്ങളതിന് നിന്നു കൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണ ബോധ്യവാന്മാരായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ നിഷേധം എന്ന് പറഞ്ഞപ്പോൾ പോലും സർക്കാർ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് അതിനുള്ള അവസരമുണ്ടാക്കണം. അങ്ങനെ അപ്പോൾ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി വഴി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി സമന്വയ ട്രാൻസ്ജെൻഡർ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുടർ വിദ്യാഭ്യാസ പദ്ധതി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഇവിടെ വന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ ജനിച്ച് വളർന്ന് അവകാശം നിഷേധിക്കപ്പെട്ട വിഭാഗം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഡോക്ടർ PS ശ്രീകല എൻ്റെ അധ്യാപികയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് എന്നെ പഠിപ്പിച്ച ആളാണ്. ഇപ്പോൾ ടീച്ചർ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറാണ്. ടീച്ചറുമായിട്ട് നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ തുടർ വിദ്യാഭ്യാസ പദ്ധതി 132ഓളം ആൾക്കാർ ആ പദ്ധതിയുടെ ഭാഗമായി പരീക്ഷ എഴുതി ഉന്നത വിജയം, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നത്. അപ്പോൾ ആ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം പരീക്ഷ എഴുതിയ ഭൂരിഭാഗം എന്നല്ല മുഴുവൻ ആൾക്കാരും ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എല്ലാവരും ജയിച്ചു, പരീക്ഷ എഴുതി എല്ലാവരും ജയിച്ചു. ഞാനിവരുടെ അധ്യാപികയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലെ ഇടപെട്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ നിൽക്കാൻ, മാന്യമായി ജീവിക്കാൻ, തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരായുധമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഓഫീസിലേക്ക് എത്തിയപ്പോൾ തികച്ചും പരിഹാസപൂർണമായൊരു കഥാപാത്രം എന്ന രീതിയിലാണ് മറ്റുള്ളവർ നോക്കിക്കണ്ടത് ആദ്യമേ. പക്ഷേ നമ്മൾ നമ്മുടെ പ്രവർത്തകരെ കൊണ്ട് ബോധവൽക്കരണ ക്ലാസ്സും മറ്റും നടത്തി അതിനൊരു പരിധിവരെ ഒരു ചേഞ്ച് വരുത്തി. പിന്നെ മാത്രമല്ല നമ്മളും ബാക്കി മറ്റു വ്യക്തികളെ പോലെ, മറ്റാണുങ്ങളെയും പെണ്ണുങ്ങളെയും പോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, അവരെ പോലെ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു ബോധ്യമുണ്ടാകും നമ്മളും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മളും സാധാരണ മനുഷ്യരാണ്, സാധാരണ വ്യക്തികളാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഇവിടെയുള്ള എല്ലാവരും തന്നെ ഞങ്ങളെ അംഗീകരിച്ചു തുടങ്ങി, ഞങ്ങളെ സ്വീകരിച്ചു തുടങ്ങി. സോ വളരെയധികം അഭിമാനമുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ ലോകം, അതിൽ പല കാറ്റഗറി നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ലോകം ഉൾപ്പെടെ ഞാൻ പറയുകയാണെങ്കിൽ പ്രിൻറ്റ്, വിഷ്വൽ, ന്യൂ ഏജ്, അല്ലാതെ ഫിക്ഷൻ വർക്ക്, ഇങ്ങനെ പല കാറ്റഗറികളുണ്ട്. ഇത്തരത്തിലുള്ള പബ്ലിക് മാധ്യമ ലോകം എങ്ങനെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നത്? അതിപ്പോൾ ശ്യാമ പറഞ്ഞത് തന്നെ, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഭിന്നവും ഭിന്ന ലൈംഗികരെന്നും ഇത്തരം വാർത്തകൾ പത്രത്തിൽ കണ്ടാൽ തന്നെ കുടുംബങ്ങൾ ആരും വായിക്കാറില്ല. അത് ഏറ്റവും അവാർഡ് കിട്ടിയതാകട്ടെ, പഠനത്തിൽ മുഖ്യധാരയിലെത്തിയതാകട്ടെ, ആ കുട്ടി എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നേടിയത് എന്ത് തരത്തിലായാലും ആ വാർത്തകൾ പലരും മറിച്ച് കളയാറാണ്. പലപ്പോഴും വാർത്തകൾ പോലും പ്രസിദ്ധീകരിക്കാൻ പല പത്രങ്ങളും തയ്യാറാകാറില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഒരു മാറ്റമുണ്ടെന്ന് എനിക്ക് നന്നായി പറയാൻ കഴിയും. കാരണം ഞാനും സിനിമ സീരിയൽ പ്രവർത്തനത്തിലാണ്. അങ്ങനെയാണ് എനിക്കും ഇന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തത്. ഞാനൊരു കോമഡി ആർട്ടിസ്റ്റായിട്ടാണ് ആദ്യം വരുന്നത്. നമ്മൾ ഏറ്റവും ബേസ് ചിന്തിച്ചാൽ സ്റ്റേജുകൾ,
അവിടെയാണ് ആദ്യത്തെ ഡിസ്ക്രിമിനേഷൻ തുടങ്ങുന്നത്. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ തുല്യമായ ശമ്പളം ഞങ്ങൾക്ക് പരിഗണിക്കാറില്ല. തുല്യമായ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു പറമ്പിൽ പ്രോഗ്രാമിനായിട്ട് ഒരു ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ തന്നെ പല രീതിയിലുള്ള കണ്ണുകളും കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ മോശമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയും അത്തരത്തിൽ അവിടെയും ഈ ചൂഷണം വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞാണ് അവിടുന്ന് അങ്ങോട്ട് മീഡിയയിലേക്ക് കയറുന്നത്. പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് ഞാൻ ഒരുപാട് സീരിയൽസിന് ചോദിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത് ഇവിടെ മുറിച്ചവരെന്തിനാ പെണ്ണുങ്ങളില്ലേ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനിന്ന് സ്ത്രീയല്ലേ, അവരേത് തരത്തിലാണ് എന്നെ അപ്പോൾ അവരെന്നെ ചിന്തിച്ചത് ഏത് തരം. അതേ മാധ്യമത്തിൽ തന്നെ ഏറ്റവും മികച്ച കോമഡി താരത്തിനുള്ള അവാർഡ് ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കഴിവിനെ അല്ല അവരവിടെ, എൻ്റെ ലിംഗത്തെയാണ് അവിടെ ചോദ്യം ചെയ്തത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തിനാണ് പിന്നെ അവരുടെ കാല് പിടിക്കാൻ പോകുന്നത്. പിന്നെ പലരും വേറൊരു തരത്തിലാണ് നമ്മളെ കാഴ്ചപ്പെടാ, ഇവർ ഇത്തരക്കാരാണ്, സെക്സിന് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ വേഷം ചെയ്യണം, പക്ഷേ ഇതിനായിട്ട് സെക്സ് പരമായിട്ട് നിൽക്കുമോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. 5-6 ദിവസം റൂമിൽ നിന്നിട്ട് ഇയാൾ അങ്ങ് പൊക്കോ, ശമ്പളം തന്നേക്കാന്ന്. അപ്പോൾ എന്നിലെ കഴിവോ കലാകാരിയോ ഇതൊന്നും മാനദണ്ഡം. അവിടെ നിന്ന് നമ്മൾ മീഡിയ സീരിയൽ രംഗത്തേക്ക് വന്നാൽ സിനിമാ രംഗത്തേക്ക് വന്നാൽ കളിയാക്കുന്ന വേഷങ്ങളല്ലാതെ നല്ലൊരു വേഷം കൊടുക്കാൻ ഒരു ഡയറക്ടറും തയ്യാറാവില്ല. ഇപ്പോൾ എത്രയോ ടെക്നീഷ്യൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു സീരിയൽ, സിനിമ, ഏത് രംഗത്ത് തന്നെ എടുത്താൽ ഒരു ടെക്നീഷ്യനായി പോലും ഒരു ലൈറ്റ് ബോയ് ആയി പോലും ഞങ്ങൾ ആരെയും ചൂസ് ചെയ്യാറില്ല, കൊണ്ടുപോകാറില്ല. ഇവർ കാണുന്നത് അവിടെയും കളിയാക്കാനും, പക്ഷേ ഈ ക്യാമറ കൈകാര്യം ചെയ്യാനും ഡയറക്ഷൻ മേഖല കൈകാര്യം ചെയ്യാനും ഇത്തരത്തിൽ അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റികളുണ്ട്. അവിടേക്കാണ് കുറേ പേര് ഫൈറ്റ് ചെയ്ത് ഇന്ന് മമ്മൂട്ടിയുടെ നായികയായി വരെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ അഞ്ജലി അമീർ, അത് വിസ്മയിക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടി എത്രത്തോളം അവിടെ എത്താൻ സ്ട്രഗിൾ ചെയ്ത് കാണും. അവിടെയും പിന്നെ എടുത്തു പറയേണ്ടത് അവിടെ എത്തി പിന്നെ എത്ര എണ്ണം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ചെയ്തിട്ടില്ല, ആ കുട്ടിയെ കാണാനില്ല. അപ്പോൾ എത്ര തരം അവിടെ എത്തിപ്പെടുന്നവർ പോലും നമുക്ക് അവസരങ്ങളില്ലാതെ അവരെ മാറ്റി നിർത്തുന്ന, തുല്യ ശമ്പളമില്ലാതെ മാറ്റി നിർത്തുന്ന അവസ്ഥ ഇത് ഈ ഈ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഉണ്ട്. മാധ്യമ രംഗത്തിലെത്തുകയാണെങ്കിൽ ഇന്ന് ഒരു റൈറ്ററിനെ പോലും നമുക്ക് അവിടെ കിട്ടാറില്ല. എത്രയോ മാധ്യമങ്ങൾ ഇന്ന് തുടരെ ന്യൂസ് ചാനലുകളും മാധ്യമങ്ങളും ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ എത്ര ട്രാൻസിന് ജോലി കൊടുത്തിട്ടുണ്ട്, ഒന്ന് തൂക്കാനെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടോ? ഒരു സ്റ്റുഡിയോയിൽ ഒരു തൂപ്പ് ജോലിയെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളെ ഇന്ന് ഇത്രയും പോപ്പുലർ ആക്കിയത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. അതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അകമഴിഞ്ഞ നന്ദിയുണ്ട് അവർക്ക്. കാരണം ഈ വിഷയത്തിൽ ഒരുപാട് രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യാനും വാക്കത്തരത്തിൽ ഉപയോഗിച്ചെങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ കുറേ മനുഷ്യരിവിടെ ഉണ്ട് എന്ന് പൊതുസമൂഹത്തിനെ കൂടുതൽ അറിയിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ ചില പദപ്രയോഗങ്ങൾ, ഇപ്പോൾ ഭിന്നലിംഗക്കാർ അല്ലെങ്കിൽ ഭിന്ന ലൈംഗികർ, ഈ ലൈംഗികർ എന്ന് പറഞ്ഞാൽ ഹെട്രോസെക്ഷൽസ് ആണ്. നമ്മുടെ പൊതുസമൂഹത്തിലുള്ള സ്വാഭാവികമായ ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ ഈ പറയുന്ന ഹെട്രോസെക്ഷൽസ്. അവരാണ് ഈ ഭിന്ന ലൈംഗികർ എന്ന് പറയുന്നത്. അതെന്തിനാണ് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? ഞങ്ങളിൽ ഭിന്നമായ ലിംഗമൊന്നുമില്ല. ഭാഷയിൽ ഭിന്നലിംഗത്തിൻ്റെ അർത്ഥം ഭിന്നമായ ലിംഗമുള്ളത്. ഞങ്ങൾ ഒന്നുകിൽ സ്ത്രീകളുടേത് അല്ലെങ്കിൽ പുരുഷന്മാരുടേത്, അത്തരത്തിലേക്ക് ഞങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ മാറ്റി അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ ഭിന്നലിംഗം എന്നുള്ള വാക്കിന് പ്രസക്തിയില്ല, ഭിന്ന ലൈംഗികർക്ക് പ്രസക്തിയില്ല. ഇത്തരം വാക്ക് സാധാരണക്കാരായ ജനങ്ങളെ സ്വാധീനിക്കുന്നത് ഞങ്ങളൊക്കെ ലൈംഗിക തൊഴിലാളികളാണെന്നുള്ള ധാരണയിലാണ്. തീർച്ചയായും. അപ്പോൾ ഇത് ഞങ്ങളെയൊക്കെ അത്തരത്തിലേക്ക് മുദ്ര കുത്തുകയാണ്. ഞങ്ങളൊക്കെ ലൈംഗിക തൊഴിലാളികളാണെന്ന് മുദ്ര കുത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. പിന്നെ സിനിമ ചാന്ത് പൊട്ട് എന്നുള്ള സിനിമ ഞങ്ങൾക്ക് നൽകിയ പേര് ഇന്നും മായാതെ നിൽക്കുന്ന പേരാണ്. ഇപ്പോൾ ലാൽ ജോസ് സാറിനോട് ഇത് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തോട് ഷൗട്ട് ചെയ്തെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സംസാരിച്ച സമയത്ത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് അദ്ദേഹത്തിന് അത് കാലഘട്ടം അങ്ങനെയായിരുന്നു, അങ്ങനെ എടുക്കേണ്ടി വന്നു, ഞങ്ങളതിനെ അങ്ങനെ തന്നെ സ്വീകരിച്ചു, അതങ്ങനെ തന്നെ ഞങ്ങൾക്ക് ആ പേര് കിട്ടി. അതിപ്പോഴും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ മേരിക്കുട്ടി എന്നുള്ള സിനിമ ഈ അടുത്ത് വന്നു. അത് മലയാള സിനിമാ ചരിത്രത്തിൽ ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള, ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിനെ ഒരുപക്ഷെ രഞ്ജിത്ത് ശങ്കർ സാറിനും ജയസൂര്യയ്ക്കും ഏറ്റവും വലിയ നന്ദി അറിയിക്കുകയാണ് നമ്മൾ. അത് പല അവസരങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ സാധാരണക്കാരായ ജനങ്ങളെ ഒരുപാട് സ്വാധീനിക്കുകയും അത് അവരിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു പക്ഷെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമറയുടെ പിന്നാമ്പുറങ്ങളിലേക്കും കഴിവുകളുള്ള മനുഷ്യരുണ്ട്, അവർ വരേണ്ടതുണ്ട്.
മലയാള സാഹിത്യ ലോകം ഇനിയും വിപുലപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രചനകളൊക്കെ തന്നെ ഇപ്പോഴും ഈ പറയുന്ന ബൈനറിക്കുള്ളിലാണ്. അല്ലാതെ എടുത്തിരിക്കുന്ന 1-2 രചനകളാണെങ്കിൽ പോലും അത് അതിൻ്റെ പ്രമേയത്തിൻ്റെ ദാരിദ്ര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അത് വലിയ രീതിയിൽ പോപ്പുലറൈസ് ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ദാരിദ്ര്യമല്ല, മറിച്ച് ഇത് അറിയേണ്ടുന്ന വസ്തുതയാണ്. നമ്മുടെ സാഹിത്യ ലോകം മാറേണ്ടതുണ്ട്. ഇത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ വരുന്നത് പോലെ തന്നെ കഥകളായിക്കോട്ടെ, നോവലായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രചനകൾ സാഹിത്യ ലോകത്തുണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഹിന്ദി സാഹിത്യത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് രചനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള രചനകൾ മലയാള സാഹിത്യത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയിലേക്കും ഉള്ള മാറ്റങ്ങൾ, അത് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഞങ്ങളെ കൂടുതൽ അറിയാൻ, ഞങ്ങളെ കൂടുതൽ അംഗീകരിക്കാൻ ഒരുപാട് പേര് തയ്യാറാവുകയുള്ളൂ. നമ്മുടെ തൊഴിലിടങ്ങളെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ ഇടയ്ക്കൊന്ന് സംസാരിച്ച് പോയതല്ലാതെ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് തൊഴിലിടങ്ങളെന്ന്. എത്രത്തോളം തൊഴിൽ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ? തൊഴിൽ സാധ്യതകൾ ഇല്ലാതില്ല, പക്ഷേ പലപ്പോഴും കൊടുക്കുന്ന തൊഴിലിന് അല്ലെങ്കിൽ ആ തൊഴിലിടങ്ങളിൽ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു സ്ഥിതി ഇല്ലാത്ത, ഇപ്പോൾ കൊച്ചി മെട്രോയുടെ കാര്യം തന്നെ എടുക്കാം. ഏകദേശം 23ഓളം ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപനമാണ്. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇന്ത്യ മുഴുവൻ ആ വാർത്തയെ സ്വാഗതം ചെയ്തത്. പക്ഷേ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കുടുംബശ്രീയിലെ ആളുകളാണ് കൂടുതൽ അവിടെ വർക്ക് ചെയ്യുന്നത്. കുടുംബശ്രീക്കാണ് കൊച്ചി മെട്രോ കൊടുത്തിരിക്കുന്നത് പോലും. അപ്പം കുടുംബശ്രീയിലുള്ളവരെന്ന് പറഞ്ഞാൽ അമ്മമാരാണ്, സഹോദരിമാരാണ്, അവർക്ക് ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അവിടുന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളമാണെങ്കിൽ പോലും അവർക്കത് മതി അവരുടെ കുടുംബം ചെന്ന് പരിപാലിച്ചു കൊണ്ടുപോകാൻ. പക്ഷേ അവിടെ അവർ ഹയർ ചെയ്തത് അതുവരെ തെരുവിൽ നിന്ന ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ ആയിരുന്നു അവർ ഹയർ ചെയ്തത്. അതുവരെ വലിയ തുകകൾ റൂമിൽ റെൻ്റായി കൊടുക്കുകയും ഭക്ഷണത്തിന് വേണ്ടി കാശ് ചിലവ് കഴിക്കുകയും ചെയ്ത് വളരെയധികം ചിലവിൽ ജീവിക്കുന്ന ഒരു ആളുകളെയാണ് അവിടേക്ക് അവർ തിരഞ്ഞെടുത്തത്. അവർക്കൊരിക്കലും ആ ഒരു എന്താ പറയുന്ന ആ ഒരു അവർ കൊടുക്കുന്ന ഒരു ശമ്പളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരതിൽ നിന്ന് പൊഴിഞ്ഞുപോയി. കാരണം അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവരുടെ തുടർ ചികിത്സാ ആവശ്യങ്ങളൊന്നും ആ സാലറിയിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതായി വന്നപ്പോൾ അവരതിൽ നിന്ന് കൊഴിഞ്ഞുപോയി. പക്ഷേ അതിനെ ഒരുപാട് അവരെ ബ്ലെയിം ചെയ്തു. ഈവൻ കൊച്ചി മെട്രോ പോലും അവരെ ഒരുപാട് ബ്ലെയിം ചെയ്തു. വളരെ ദ്രോഹപരമായിരുന്നു ആ ഒരു കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം TG സെല്ല് രൂപീകരിച്ചു. TG സെല്ലിൻ്റെ പ്രൊജക്ട് ഓഫീസറാണ് ശ്യാമ. അവിടെ ഒരു 4 പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ തൊഴിലവസരങ്ങൾ പലയിടത്തും വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും വലിയൊരു വാതായനം ഒരിടത്തും തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. അതൊരിക്കലും ഒരു ട്രാൻസിന് വേണ്ടി മാറ്റി നിർത്തിയ ഒരു പോസ്റ്റ് അല്ല. അവിടെയുള്ള ചില നല്ല സുമനസ്സുകളുടെ ഇതുകൊണ്ട്, കാരുണ്യം കൊണ്ട് തന്നെ വേണമെങ്കിൽ പറയാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഒരു ട്രാൻസ് കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് നമുക്ക് ചാൻസ് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തതായിരുന്നു. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോഴും തൊഴിൽ എന്ന് പറയുന്നത്, അതായത് ഒരു ശമ്പളം കിട്ടുന്ന തൊഴിൽ എന്നുള്ള രീതിയിൽ ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം പലരും സ്വയം തൊഴിൽ, ഇപ്പോൾ മേക്കപ്പ് മേഖലകളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഇവരിലെണ്ണാവുന്ന ആൾക്കാർ. തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ജോബ് സ്റ്റീരിയോ ടൈപ്പിംഗ് സംഭവിക്കുന്നുണ്ടോ? ഇന്ന ജോലികളിലേക്ക് മാത്രമേ പരിഗണിക്കേണ്ടൂ എന്നുള്ള തരത്തിലുള്ള ഒരു ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ചില മേക്കപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് ഡാൻസ് ചെയ്യാനും അങ്ങനെയുള്ള ചില കഴിവുകൾ മാത്രം ഉള്ളവരാണ് ഞങ്ങൾ എന്ന് പലപ്പോഴും പലരും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവരതിനെ കൊള്ളാവുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം അതല്ല, എല്ലാ മേഖലയിലേക്കും കടന്നു വരാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. സ്ത്രീകൾ മാത്രമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. ട്രാൻസിൽ തന്നെ ട്രാൻസ് മാൻ എന്നൊരു വിഭാഗം ഉണ്ട് എന്നുള്ളത് ഇവരങ്ങ് ബോധപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്. പുരുഷന്മാരാണ്. എനിക്ക് വ്യക്തമായ അക്കാഡമിക് മികവുണ്ടെങ്കിൽ പോലും പല സ്കൂളുകളും എന്നെ നിഷേധിച്ചതിന് കാരണം, എന്നെപ്പോലൊരു കുട്ടി അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അധ്യാപിക അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രകടമായി മുഖത്ത് നോക്കി പറഞ്ഞ മാനേജ്മെൻറ്റുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകർ ആരും ട്രാൻസ്ജെൻഡേഴ്സ് അല്ലായിരുന്നു, എൻ്റെ മാതാപിതാക്കൾ ആരും ട്രാൻസ്ജെൻഡേഴ്സ് അല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും അത്തരത്തിലേക്ക് ആവേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മേഖലയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല നേഴ്സുമാരുണ്ട്, നല്ല സ്റ്റിച്ചിങ് ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, നല്ല ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാരുണ്ട്, അതെ IT മേഖലയിൽ നല്ല മികവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ സമസ്ത മേഖലകളിലും കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തമായ കഴിവുകളുള്ള മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പോലും അർഹിക്കുന്ന പരിഗണന കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് മാറ്റാറുണ്ട്. ഇതിങ്ങനെയുള്ള ജോലികൾക്ക് മാത്രമേ നിങ്ങൾ കൊള്ളാവുള്ളൂ എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കഴിവ് ഉള്ള ആൾക്ക് അത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം നൽകുമ്പോഴാണ് അത് എത്രത്തോളം വിജയമായി എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ സെൽ എന്നൊരു സ്ഥാപനം സർക്കാർ നോഡൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ
കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ലഭ്യമല്ലാത്ത പദ്ധതികൾ ഈ വിഷയത്തിൽ ആവിഷ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ എൻ്റെ കൂടെ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരായ മറ്റ് 3 ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെയും അതോടൊപ്പം നിലവിൽ ആ ഒരു ഓഫീസ് വ്യവസ്ഥിതിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ കഴിവുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടായപ്പോഴാണ് നമ്മുടെ വിഷയം കൂടുതൽ സംസാരിക്കാനും ഈ വിഷയത്തിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുമുള്ള ഒരു പ്രചോദനം അവർക്കും ഉണ്ടായത്. ഈ അടുത്തിടയ്ക്ക് പൊളിറ്റിക്സിലേക്കും നേതൃനിരയിലേക്ക് അതെ, ഇപ്പോൾ അപ്സര റെഡ്ഡി മഹിളാ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരുപാട് ഇപ്പം ഞങ്ങൾക്ക് രാഷ്ട്രീയം പ്രകടിപ്പിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി രാഷ്ട്രീയ നിലപാടോടുകൂടി നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന മേഖല അതാണ്. അപ്പോൾ അത്തരത്തിലേക്ക് വിഭിന്നമായ മേഖലകളിലേക്ക് കഴിവുകളുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പതിയാണെങ്കിൽ പോലും അവർക്ക് അവസരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തെറ്റായ കാഴ്ചപ്പാട്, തെറ്റായ ധാരണ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാകുന്നുമുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ കാര്യമായ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് തൊഴിലിടങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അത്തരം എയർ ഹോസ്റ്റസ് ആയിട്ടൊക്കെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് എത്തിപ്പെടാൻ അർഹതയുള്ള വിഭാഗങ്ങൾക്ക് അത് എത്തിച്ചേരാനുള്ള അവസരം ഉണ്ടാവണം. പലപ്പോഴും ഈ അവസര നിഷേധം ചില തട്ടിലെങ്കിലും അവരെ ലൈംഗിക തൊഴിൽ മേഖലയിലേക്കൊക്കെ നിർബന്ധമായി വലിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ എങ്ങനെയാണ് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്? ഈ കൂട്ടായ യജ്ഞം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഞങ്ങൾ ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെയെങ്കിലും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത്. ഒരു കാര്യം, ഇത് ആരുടെയും ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിഷേധിക്കപ്പെട്ടു പോയ അവകാശങ്ങൾ, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആവട്ടെ, എന്തോ ആവട്ടെ, ഇത് ഞങ്ങൾക്കും കൂടി ഉള്ളതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ എത്തിക്കപ്പെടുമ്പോഴാണ് ഈ കൂട്ടായ യജ്ഞത്തിൽ നമുക്ക് പങ്കുചേരാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ മുഖ്യധാരയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ചെറുകിട വ്യവസായം മുതൽ വലിയ IT മേഖല വരെ എത്തിപ്പെടാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ. അപ്പോൾ ഇതിനൊക്കെയുള്ള അവസരങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെ കുറവാണ്. ഇവരെ കൊണ്ട് അത് പറ്റില്ല, ഇവരത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ സംസ്കാരങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ അകറ്റി നിർത്തുമ്പോൾ ഞങ്ങൾ എവിടെയാണ് ജീവിക്കേണ്ടത്? എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കണം? സാധാരണക്കാരെന്ന രീതിയിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ, ഒരു വസ്ത്രം ധരിക്കണ്ടേ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും തല ചായ്ക്കണ്ടേ? അപ്പോൾ ഇതിന് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യാൻ കഴിയുക? അങ്ങനെയാണ് പലരും ഈ പറയുന്ന സെക്സ് വർക്ക് പോലുള്ളത് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങളുടെ ആരുടെയും ആഗ്രഹങ്ങൾ കൊണ്ടല്ല. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൗലികപരമായ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലെ ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ആളുകളെ തേടി വരുന്ന ആളുകൾ ആരാണെന്ന് ഇവരൊരിക്കലും ചിന്തിക്കുന്നില്ല. ഈ പൊതുസമൂഹം തന്നെയാണ് വരുന്നത്. പൊതുസമൂഹത്തിൽ പെടുന്ന ഈ പറയുന്ന ആണധികാര വർഗത്തിന്റെ പ്രതിനിധികൾ തന്നെയാണ് ഇവരെ തേടി വരുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. എന്നിട്ട് അവർ തന്നെയാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത്. ഇവർ സെക്സ് വർക്കേഴ്സ് ആണ്, ഇവരെ കൊണ്ട് സദാചാരത്തിന്റെ പ്രശ്നമാണത്. ഇപ്പോൾ രാത്രിയിൽ ഇന്ന് ഞാനൊരു സെക്സ് വർക്കറായി ഞാൻ റോഡിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് എനിക്കൊരു തുക കിട്ടി, നാളെ ഞാൻ വരും. ആ തുക തരാൻ ഒരാൾ എങ്ങനെ വന്നു അവിടെ? ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ രാത്രിയുടെ മറവിൽ ആവശ്യപ്പെടുന്ന ആൾക്കാർ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടല്ലോ. പകൽ ഇവർ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇവർ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ലൈംഗിക തൊഴിലാളികളല്ല. ഇപ്പം പ്രതിക യാഷ്നി ഇന്ത്യയിലെ ആദ്യത്തെ സബ് ഇൻസ്പെക്ടറാണ് തമിഴ്നാട്ടിലെ. അവൾ കോടതി വിധിയിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ആ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. മേയറുണ്ട് നമുക്ക്. ഇന്ത്യയിൽ ആദ്യത്തെ കോളേജ് പ്രിൻസിപ്പൽ മനോബി ബന്ദോപാധ്യായ ബംഗാളിലാണ്. അപ്പോൾ ബംഗാളിൽ അവർക്ക് ഒരു കലാലയത്തിൻ്റെ മേധാവിയായിട്ട് നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും അവരുടെ ഐഡിയോളജിയുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറല്ല. അങ്ങനെ ഒരാൾ അവരെ നയിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിയത് കാരണം അവർ ആ ജോലി രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലേക്ക് ഒരുപാട് ഋതുപർണ ഘോഷ് അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ രഞ്ജു രഞ്ജിമാർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുപോലെ ഒരുപാട് പേർ തൻ്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ആഗ്രഹിച്ച മേഖലയിലേക്ക് എത്തി ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെയൊക്കെ ചൂണ്ടിക്കാണിക്കാം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നേരിടുന്ന വെല്ലുവിളികൾ, മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് അവർ നേരിടുന്ന ചൂഷണങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. പക്ഷേ നാളെ ഇതേ സമയം. അതുവരെ നമസ്കാരം.
നമ്മുടെ ഈ ശരീരവും മനസ്സും ഒട്ടും ചേർന്ന് പോകുന്നില്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം തല ആവുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. വെറും ₹1 ബ്ലൈഡിൽ ലിംഗഛേദനം നടത്തി കൊടുക്കുക. ഇതിലാൾ രക്ഷപ്പെട്ടു വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കുഴി കുഴിച്ചിട്ടിട്ടാണ് ഈ ഒരു അർദ്ധരാത്രി 12 മണിക്ക് ഈ ഒരു ഇതിൽ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. നിങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ജീവിതം എത്തരത്തിലാവും എന്നൊക്കെ ചോദിക്കുക. ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ യാതൊരു തടസ്സവും നിലവിലത്തെ സാഹചര്യത്തിലില്ല.